പാലാഴി മഥനവേളയിൽ പല വിശിഷ്ട വസ്തുക്കളും പൊങ്ങി വന്നു. അതോടൊപ്പം ഉയർന്നു വന്ന പ്രമുഖനായ ഗജമാണ് ഐരാവതം. വെളുത്തു നിറമുള്ള ഐരാവതത്തിനെ മഹർഷിമാർ സർവ്വഗജങ്ങളുടെയും നായകനാക്കി മാറ്റി. ഒരിക്കൽ ശൂരപത്മാവ് എന്നൊരു അസുരൻ വമ്പിച്ച സൈന്യവുമായി വന്ന് ദേവലോകം വളഞ്ഞു. തുടർന്ന് ദേവാസുരന്മാർ തമ്മിൽ അത്യുഗ്രമായ പോരാട്ടം തന്നെ നടന്നു. അതുല്യ പ്രതാപിയായ ശൂരപത്മാവിനെ പരാജിതനാക്കുവാൻ ദേവന്മാർക്ക് സാധിക്കാതെ വന്നു. ദേവസേനയെ ആപത്ഘട്ടത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ബാധ്യതയൊടുവിൽ ഇന്ദ്രപുത്രനായ ജയന്തനിൽ വന്നു ചേർന്നു. ജയന്തൻ തന്റെ സേനയെ അണിനിരത്തി യുദ്ധഭൂമിയിലേക്ക് പോയി. പക്ഷേ ശൂരപത്മാവിന്റെ മായാവിദ്യകൾക്ക് മുമ്പിൽ ജയന്തൻ നിഷ്പ്രഭനായി തീർന്നു. ജയന്തന്റെ വില്ലും കുടിമരവും മുറിച്ചുകൊണ്ട് ശൂരപത്മാവ് മുന്നേറും. അവസാനം അസുരന്റെ അസ്ത്രത്താൽ ജയന്തകുമാരൻ മോഹിനിയായി നിലംപതിച്ചു. ജയന്തന്റെ പതനം കണ്ടു നിൽക്കുകയായിരുന്ന ഐരാവതത്തിന് വ്യസനവും കോപവും അടക്കുവാനായില്ല. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ഐരാവതം ശൂരപത്മാവിനെ സമീപിച്ചു. ബലമേറിയ തന്റെ കൊമ്പുകൾ ഉപയോഗിച്ച ഗജശ്രേഷ്ഠൻ ശൂരപത്മാവിന്റെ രഥം തകർക്കുകയും അവനെ കുത്തിമുറിവേൽപ്പിക്കുകയും ചെയ്തു. ഐരാവതത്തെ തടഞ്ഞു നിർത്തുന്നതിനുള്ള യജ്ഞത്തിനിടയിൽ ശൂരപത്മാവ് ആ ഗജശ്രേഷ്ഠന്റെ മസ്തിഷ്കത്തിൽ ഗത കൊണ്ട് ആഞ്ഞൊരു പ്രഹരമേൽപ്പിച്ചു. പ്രഹരത്തിന്റെ ശക്തിയാൽ അല്പനിമിഷത്തേക്ക് അസ്തപ്രജ്ഞനായി മാറിയ ഐരാവതത്തിന്റെ കൊമ്പുകൾ ശൂരപത്മാവ് ഒടിക്കുകയും അവനെ ഭൂമിയിലേക്ക് ചുഴറ്റിയെറിയുകയും ചെയ്തു. മേഘഗർജനത്തോടെ ഭൂമിയിൽ പതിച്ച ഐരാവതം വീഴ്ചയുടെ ആഘാതത്തിൽ ബോധരഹിതനായി മാറി. നാളുകൾക്ക് ശേഷം ബോധം വീട് കിട്ടിയപ്പോൾ ഐരാവതം ഒരു വിധത്തിൽ എഴുന്നേറ്റ് നർമ്മദാ നദീതടത്തിലെ മഹാവനത്തിൽ പ്രവേശിച്ചു. അവിടെ ഒരു സരസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഐരാവതം ശിവനെ ഭജിച്ചു തുടങ്ങി. കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി. ഭഗവാൻ ഐരാവതത്തിന് പ്രത്യക്ഷനെ, ദേവ, സ്വർലോകത്തെ സർവ്വവിധ സുഖങ്ങളും എൻ്റെ പൗരുഷം തന്നെ നഷ്ടപ്പെട്ട് ഞാനിത് അഭയാർത്ഥിയായി താങ്കളുടെ മുമ്പിൽ നിൽക്കുന്നു. അനുഗ്രഹിച്ചാലും പ്രഭു, ഐരാവതം അപേക്ഷിച്ചു. ഗജശ്രേഷ്ഠ, എന്താണ് താങ്കൾക്ക് ആവശ്യം? താങ്കൾ ദീനനായിരിക്കുവാൻ കാരണമെന്താണ്? ഭഗവാൻ ചോദിച്ചു. പരമേശ്വര, ശൂരപത്മാവിന്റെ ബാഹുബലത്താൽ എൻ്റെ ശ്രേഷ്ഠതയ്ക്ക് നിർദർശനമായ കൊമ്പുകൾ ഒടിഞ്ഞുപോയിരിക്കുന്നു. കൊമ്പുകളില്ലാത്ത ഐരാവതം ദേവലോകത്തിന് അപമാനമായിരിക്കും പ്രഭു. എനിക്ക് നഷ്ടപ്പെട്ട കൊമ്പുകൾ തിരികെ തരുവാൻ തുണയാകണേ, ഐരാവതം അഭ്യർത്ഥിച്ചു. ഐരാവതത്തിന്റെ അഭ്യർത്ഥന കേട്ട പരമേശ്വരന്റെ കരളടിഞ്ഞു. അദ്ദേഹം ഐരാവതത്തെ അനുഗ്രഹിച്ചു. ഗജവീര, താങ്കളുടെ ദുഃഖം ശമിപ്പിച്ചിരിക്കുന്നുവെന്ന് കരുതിക്കൊള്ളുക. നഷ്ടപ്പെട്ട താങ്കളുടെ കൊമ്പുകൾ ഉടനടി രൂപം കൈക്കൊള്ളുവാൻ എൻ്റെ കടാക്ഷമുണ്ടായിരിക്കും. അടുത്ത ക്ഷണം ഐരാവതത്തിന്റെ കൊമ്പുകൾ വളർന്നു വരുവാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങളൊക്കെ മുമ്പതിനേക്കാളും സൗന്ദര്യവും ബലവത്വമുള്ള കൊമ്പുകൾ അവർക്ക് ഉടമായി തീർന്നു. ആനന്ദത്താൽ മതിമറന്ന ഐരാവതം ശിവസ്തുതികളിൽ മുഴുകി. അനന്തരം പ്രൗഢിയോടുകൂടി ദേവലോകത്തേക്ക് നടന്നു പോയി. അടുത്തത് പരമേശ്വരൻ പുണ്യകാശിക്ക് നൽകിയ വരമാണ്. തുടരും.